ഈ പാട്ട് പാടുന്നതിന് മുന്നേ ഒരു കാര്യം ഇന്നത്തെ ദിവസം നടന്നു വന്നു. ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞങ്ങളുടെ ഈ രാധൻ പ്രേമത്തോടണം എന്നുള്ള പാട്ട് വേറെതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകനായ ശ്രീ ബിജു ഇന്ന് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്നെ നേരിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കഥയും കുറേ കാര്യങ്ങളും ആ പാട്ട് എഴുതിയതിൻ്റെയും അതിൻ്റെ ട്യൂൺ ചെയ്തതിൻ്റെയൊക്കെ ഹിസ്റ്ററി ഇന്ന് നേരിട്ട് പറയാൻ പറ്റി. അദ്ദേഹം ജയവിജ എന്നുള്ള രണ്ടുപേരിൽ ഒരാൾ പോയപ്പോൾ മറ്റേയാൾ ഭയങ്കര വിഷമത്തിലായിരുന്ന സമയത്താണ് ദാസേട്ടൻ ഈ ഒരു പാട്ട് കമ്പോസ് ചെയ്യാനും അല്ലെങ്കിൽ മയിൽപീലി എന്നുള്ളൊരു ആൽബം ഇറക്കാമെന്നുള്ളൊരു പ്ലാൻ വന്നത്. അപ്പോൾ എസ് രമേശൻ സാർ അദ്ദേഹം എഴുതിയ വരികളാണിത്. അതിൽ ഉള്ള എല്ലാ ആൽബംസും എനിക്ക് 9 പാട്ടുകളും 9-10 പാട്ടുണ്ടായിരുന്നത്. ആ 9-10 പാട്ട് ഒരു ദിവസം കൊണ്ട് എഴുതി ട്യൂൺ ചെയ്താണ് 10 പാട്ടും. അത് എനിക്കറിയില്ല ഞാൻ ആർക്കെങ്കിലും അങ്ങനെ സാധിക്കുമെന്നൊക്കെ. 10 പാട്ടൊക്കെ ഒരു ദിവസം കൊണ്ട്, അത് എല്ലാ കാലവും ഓർക്കാൻ പറ്റുന്ന അത്രയും മെമ്മറീസ് ഉള്ള അത്രയും എന്താ പറയേണ്ടത്, അത്രയും ഡെപ്തുള്ള പാട്ടുകളാണ് വരികളും അതിലെ സംഗീതമൊക്കെ. അപ്പം അദ്ദേഹത്തിനെ ഒന്ന് ഓർക്കണം. അപ്പോൾ വേറൊരു കോയിൻസിഡൻസ് കൊണ്ട് ഞാൻ പറയാം. ഞാൻ ആദ്യമായിട്ട് ദക്ഷിണ വെക്കുന്നത് ജെയിംസ് സാറിനാണ് 2.5 വയസ്സുള്ളപ്പോൾ, 2-3 വയസ്സുള്ളപ്പോൾ. ഒരു ദിവസം പോയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നാലും അദ്ദേഹത്തിന്റെ ആ പാട്ട് കാരണം ഞങ്ങൾ വീണ്ടും അറിയപ്പെടുന്നു. അതാണ് വേറൊരു കോയിൻസിഡൻസ്. അപ്പം അദ്ദേഹത്തിനെ ഓർമ്മയ്ക്കായിട്ട് ആ പാട്ട് Kando